ഹലോ, ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ചിക്കൻ കറിയുടെ റെസിപ്പി എന്ന് പറയുമ്പോൾ ഇത് ഞാൻ മുന്നേ ഒക്കെ പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുള്ളതാണ്. എങ്കിലും ഇഫ്താറിന് ഞാൻ ഇന്ന് പ്രിപ്പയർ ചെയ്യുന്നത് ഈ ഒരു ചിക്കൻ കറിയാണ്. അതുകൊണ്ട് തന്നെ ഇഫ്താർ റെസിപ്പീസ് ഷെയർ ചെയ്യുന്ന കൂട്ടത്തിൽ ഈ ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് എല്ലാം റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 1-2 മണിക്കൂർ മുന്നേ ചിക്കനിലേക്ക് കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചു. അതിനുശേഷം അത് ഇപ്പോൾ എടുത്തൊന്ന് പുറത്ത് വെച്ചതാണ്. അതിനുശേഷം ഞാൻ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് ഒന്ന് ക്രഷ് ചെയ്ത് എടുക്കാൻ പോവാണ്. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ ഈ ഒരു കാര്യമാണ് ചെയ്യുന്നത്. കാരണം നമ്മളിതാ പാനിലേക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു. അപ്പോൾ കോക്കനട്ട് ഓയിൽ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഏറ്റവും ആദ്യം ഒരു പിടി ഉലുവയാണ് ഇടുന്നത്. അപ്പോൾ പിന്നെ നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ക്രഷ് ചെയ്തെടുത്തു. ഞാൻ ഒരു 1/2 കിലോ ചിക്കൻ എന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ചിക്കന് കറിക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റംസാണ് റെഡിയാക്കുന്നത്. അപ്പോൾ ഒരു പിടി ഉലുവ ഇട്ടു. ഉലുവ ഒന്ന് പൊട്ടിയതിന് ശേഷം അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ക്രഷ് ചെയ്തിട്ട് ഒരുപാട് അരഞ്ഞു പോകണ്ട, ഒരുപാട് അരയുന്നതിനേക്കാളും നല്ലത് ഒന്ന് ക്രഷ് ആവുന്നതാണ്. അപ്പോൾ അതൊക്കെ എണ്ണയിലേക്ക് ഇട്ടു. അപ്പോൾ എണ്ണയിലേക്ക് ഇട്ടതിന് ശേഷം അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഐറ്റംസ് ഓരോന്നോരോന്നായിട്ട് ചേർക്കാം. അപ്പോൾ അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ഓരോരോ ഐറ്റംസ് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ഇത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ്. വളരെ സിമ്പിളായിട്ട് എല്ലാവരും ചെയ്യുന്ന ഒരു ചിക്കൻ കറിയാണ്. എങ്കിലും നമ്മുടെ ഇഫ്താറിന് ഞാൻ റെഡിയാക്കിയിട്ടുള്ള നമ്മുടെ ചിക്കൻ കറി, അപ്പോൾ ബാച്ചിലേഴ്സിനാണെങ്കിലും അതുപോലെ തന്നെ ആദ്യമായിട്ട് ഇതുപോലെയുള്ള കറികൾ നോമ്പാകുമ്പോഴത്തേനും പ്രത്യേകിച്ച് ഇഫ്താറിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് കുക്ക് ചെയ്യാത്തവരും കൂടി കുക്ക് ചെയ്യാൻ വേണ്ടി കയറുന്ന ഒരു ടൈമാണല്ലോ. അപ്പോൾ ഇഫ്താറിനൊക്കെ വേണ്ടിയിട്ട് വളരെ സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റിയ ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ്. അതുകൊണ്ട് യൂസ്ഫുൾ ആകുന്നവർക്ക് ആവട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുത്തു. അതിലേക്ക് ഒരു 2-3 സവോള നീളത്തിൽ അരിഞ്ഞത് നമ്മളൊന്ന് ഇട്ട് കൊടുത്തു. അപ്പോൾ സവോള ഒന്ന് പെട്ടെന്ന് വഴണ്ട് വരാനായിട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ടു. ഇനി കുറച്ച് നേരം ഉപ്പൊക്കെ ഇട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിക്കുകയാണ്, ലോ ഫ്ലെയിമിലിട്ടിട്ട്. അപ്പോൾ നമ്മൾ തുറന്നു. അപ്പോൾ സവോള ഒന്ന് ആവശ്യത്തിന് ഒരു അത്യാവശ്യം വഴണ്ടതിന് ശേഷം നമ്മൾ ഒരു തക്കാളി ഇട്ട് കൊടുക്കുകയാണ്. വലിയ തക്കാളിയാണെങ്കിൽ ഹാഫ് മതി, ചെറിയ തക്കാളിയാണെങ്കിൽ ഒരു തക്കാളി ചേർത്തോളുക. അപ്പോൾ സവോള, തക്കാളി എന്നൊക്കെ പറയുന്നത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഗ്രേവി എന്ന് പറയുന്നത് ഒരു തിക്കായിട്ടുള്ള ഗ്രേവിയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ തിക്കായിട്ടുള്ള ഗ്രേവി വേണ്ടതുകൊണ്ട് തന്നെ ഞാൻ അത്യാവശ്യം സവോള, തക്കാളി, മല്ലിപ്പൊടി ഒക്കെ കുറച്ച് ചേർക്കും. കാര്യം എന്ന് വെച്ചാൽ നമുക്ക് വളരെ ലൂസായിട്ടുള്ള ഗ്രേവിനേക്കാളും തിക്കായിട്ടുള്ള ഒരു കറിയാണ് എന്നും ഇഷ്ടം. അപ്പോൾ ഞാൻ ഈ മട്ടൻ കറി, ബീഫ് കറിക്കൊക്കെ ടൊമാറ്റോയുടെ അളവും അതുപോലെ തന്നെ സവോളയുടെ അളവൊക്കെ കുറയ്ക്കും. എന്നാൽ ചിക്കൻ കറിയിൽ ഇതൊക്കെ കുറച്ച് മുന്നിൽ നിൽക്കുന്ന രീതിയിൽ ചേർക്കുകയും ചെയ്യും. അപ്പോൾ അതിന് ശേഷം ഞാൻ നമ്മുടെ തക്കാളിയും സവോളയും എല്ലാം നന്നായിട്ട് വഴണ്ടതിന് ശേഷം ഞാൻ പിന്നീട് മല്ലിപ്പൊടിയും കാശ്മീരി ചില്ലി പൗഡറും മഞ്ഞൾപ്പൊടി, പെരുംജീരകപ്പൊടി, ഗരം മസാലപ്പൊടി, ഇത്രയും പൊടികൾ ഇട്ടതിന് ശേഷം കുറച്ച് കൂടുതൽ നേരം ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. കാരണം പൊടികളുടെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറണം. അപ്പോൾ പൊടികളുടെ ആ പച്ചമണമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കറിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവത്തില്ല. അപ്പോൾ കുറച്ച് നേരം പൊടികളുടെ നന്നായിട്ട് ഇളക്കി വിട്ടു. പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമ്മളിതാ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന, അതായത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ പീസസ് ഓരോന്നായിട്ട് ഇട്ടിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി കുറച്ച് നേരം നന്നായിട്ടൊന്ന് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ കുറേ നേരം ഇത് ഒന്ന് സ്ലോ കുക്ക് ചെയ്യും. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് സ്ലോ കുക്ക് ചെയ്യും. അതിനുശേഷം ലാസ്റ്റാണ് നമ്മൾ ചൂടുവെള്ളം, നല്ല തിളച്ച ചൂടുവെള്ളം, നമുക്ക് എത്രത്തോളം ഗ്രേവി വേണമോ അത്രത്തോളം നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ ചിക്കൻ കറി എന്ന് പറയുന്നത്.
പറയുന്നത്. ഓൾമോസ്റ്റ് നമ്മുടെ ചിക്കൻ കറി ഒരു 85-90% നമ്മുടെ ചിക്കൻ കറി സെറ്റായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ ഗ്രേവിക്ക് വേണ്ട അളവിനുള്ള ചൂടുവെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ വെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ പച്ചവെള്ളം ഡയറക്റ്റ് ഒഴിക്കാതെ ചൂടുവെള്ളം തന്നെ ഒന്ന് ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ ഇത്ര ഈസി ആയിട്ടുള്ള റെസിപ്പി ആണെങ്കിൽ പോലും നമ്മൾ ഓരോരോ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ കറിക്ക് നല്ല രീതിയിലുള്ള ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ ഇഫ്താർ വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ കറി എന്ന് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ഞാൻ എൻ്റെ ഇഫ്താർ സ്പെഷ്യൽ മട്ടൻ കറിയുടെ റെസിപ്പി ഞാൻ ഷെയർ ചെയ്തു. ഇതെന്ന് പറയുന്നത് എൻ്റെ ഇഫ്താർ സ്പെഷ്യൽ ചിക്കൻ കറിയാണ്. അപ്പോൾ ഈ കറി ഞാൻ എടുക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള നൈസ് പത്തിരിയുടെ കൂടെയാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് സ്കിപ്പ് ചെയ്യാതെ കാണുക. താങ്ക്